जयो यमुना तीरावनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे जयो जयो जगन्नाथ जयो जगन्नाथ बलदेवा जयो सुभद्रमयि जयो जगन्नाथ जयो जगन्नाथ बलदेवा जयो सुभद्रमयि जय कृष्ण बलराम जयो कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय गुरुदेव 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 जय जय गुरुदेव हरिनाम संकीर्तन महायज्ञ की जय। हरे कृष्णा महामंत्र युग धर्म की जय। श्रीला प्रभुपाद की जय। श्रील गुरुदेव की जय। गौर प्रमानंदे हरि ओम। श्रीमद् भागवतम भगवद गीता पढ़ने की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധം ഒന്നാമത്തെ സ്കന്ധം 2-ാം അധ്യായം ദിവ്യത്വവും ദിവ്യസേവനവും എന്നുള്ള അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. 1, 2, 11. ശരിയല്ലേ? കേൾക്കാമോ?
കേൾക്കാമോ? കേൾക്കാം പ്രഭു. പ്രഭു പറഞ്ഞത് ശരി തന്നെ, ശ്ലോകം എല്ലാം ശരി, കറക്റ്റ് ആണ്. 1:2:11. വദന്തി തത്വത്തോ വിദാസ്തത്വം വദന്തി തത്തോ വിദാസ്തത്വം യത്തത്വജ്ഞാനമാദ്വയം യജ്ഞാനാമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദതേ ഭഗവാനീതി ശബ്ദതേ വദന്തി തത്തോ വിദാസ്തത്വം വദന്തി തത്തോ വിദാസ്തത്വം യജ്ഞാനാമദ്വയം യജ്ഞാനാമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദതേ ഭഗവാനീതി ശബ്ദതേ വദന്തി തത്വത്തോ വിദാസ്തത്വം യജ്ഞാനാമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനീതി ശബ്ദതേ. വേർഡ് ബൈ വേർഡ് മീനിങ്. വദന്തി അവർ പ്രസ്താവിക്കുന്നു, യൽ അത്, തത്വവിദ്വഃ വിജ്ഞാനിയായ ആത്മാക്കൾ, തത്വം നിരപേക്ഷ സത്യം, യൽ ഏത്, ജ്ഞാനം ജ്ഞാനം, അദ്വയം അദ്വതം, ബ്രഹ്മ ഇതി ബ്രഹ്മൻ എന്നറിയപ്പെടുന്നു, ഭഗവാൻ ഇതി ഭഗവാൻ എന്നറിയപ്പെടുന്നു, ശബ്ദത്തെ ധ്വനിപ്പിക്കുന്നു. വിവർത്തനം. നിരപേക്ഷ സത്യം ഗ്രഹിച്ച ജ്ഞാനിയായ അതീന്ദ്രിയവാദികൾ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യുന്നു. ഒന്നുകൂടി. നിരപേക്ഷ സത്യം ഗ്രഹിച്ച ജ്ഞാനിയായ അതീന്ദ്രിയവാദികൾ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യും. ഭാവാർത്ഥം യസി ഭക്തി വേദാന്ത സ്വാമി ശ്രീരാ പ്രഭുപാദ് കി ജയ്. നിരപേക്ഷ സത്യം കാര്യവും കാരണവും ആകുന്നു. അവ തമ്മിൽ ഗുണപരമായി യാതൊരു വ്യത്യാസവും ഇല്ല. ആകയാൽ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നിവയെല്ലാം ഗുണപരമായി ഏകവും അഭിനവുമാകുന്നു. ഉപനിഷത്ത് വിദ്യാർത്ഥികൾ ആ മൂർത്തക ബ്രഹ്മമായും യോഗികൾ ഒരു പ്രത്യേക സ്ഥല വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പരമാത്മാവായും ഭക്തന്മാർ ഭഗവാനായും സാക്ഷാത്കരിക്കുന്നതും ഒരേ തത്വത്തെയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷൻ നിരപേക്ഷ സത്യത്തിന്റെ അവസാന വാക്കാകുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ ഭാഗിക ചിത്രീകരണമായ അമൂർത്തക ബ്രഹ്മം പരമദിവ്യോത്തമ പുരുഷന്റെ ഉജ്ജ്വല തേജസ്സാകുന്നു. സൂര്യദേവന് സൂക്ഷ്മികൾ എന്ന പോലെയാണ് ഭഗവാന് ബ്രഹ്മം. മേൽ പ്രസ്താവിച്ച കാര്യങ്ങളെ അല്പജ്ഞാനികളായ വിദ്യാർത്ഥികൾ ചിലപ്പോൾ യഥാക്രമമായി സ്വതത്വ സാക്ഷാത്കാരത്തിന് അനുകൂലമായി വാദിക്കുന്നു. എന്നാൽ നിരപേക്ഷ സത്യപൂർണാഭിജ്ഞനായ ദാർശനികൻ മുകളിൽ പ്രസ്താവിച്ച ത്രിവിധ ലക്ഷണങ്ങളും ഒരേ നിരപേക്ഷ സത്യത്തിന്റെ വിഭിന്ന വീക്ഷണ കോണുകളിലൂടെയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ ആകുന്നുവെന്ന് ശരിക്കും മനസ്സിലാക്കുന്നു. ഭാഗവതത്തിലെ പ്രഥമ അധ്യായത്തിലെ പ്രഥമ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ പരമസത്യം സ്വയം പര്യാപ്തവും അഭിജ്ഞാന സമ്പൂർണവും മായയിൽ നിന്ന് വിമുക്തവുമാകുന്നു. ആപേക്ഷിക ലോകത്തിൽ ജ്ഞാതാവ്
വിസ്തൃതത്തിൽ നിന്നും വിഭിന്നമാണ്. എന്നാൽ നിരപേക്ഷ സത്യത്തിൽ ജ്ഞാതാവും വിദിതാവും ഏകവും അഭിനവുമാകുന്നു. ആപേക്ഷിക ലോകത്തിൽ ജ്ഞാതാവ് ജീവസത്ത അഥവാ പരമശക്തിയും ശ്രേഷ്ഠ, അതേസമയം വിദിതം വിശ്രുതം നിശ്ചിഷ്ടദ്രവ്യവും നിഷ്ക്രിയ പദാർത്ഥം അഥവാ അപ്രധാന ശക്തിയുമാകുന്നു. ആകയാൽ ആ പ്രധാന ശക്തിയും ശ്രേഷ്ഠ ശക്തിയും ദ്വൈതങ്ങളാകും. അതേസമയം ആത്മീയ ലോകത്തിൽ ജ്ഞാതാവും വിദീതാവും ഒരേ ശ്രേഷ്ഠ ശക്തികളാകും. ശക്തിയും ശക്തിയുള്ളതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ശക്തികളുടെ ഗുണങ്ങളിൽ അന്തരമുണ്ട്. ആത്മീയ ലോകവും ജീവാത്മാക്കളും ഒരേ ശ്രേഷ്ഠ ശക്തികൾ ആകുന്നു. എന്നാൽ ഭൗതിക ലോകം അപ്രധാന ശക്തിയാകുന്നു. അപ്രധാന ശക്തിയുമായി സമ്പർക്കത്തിലാകുന്ന ജീവാത്മാവ് വ്യോമോഹിതനായി താൻ അപ്രധാന ശക്തിയുടെ ഭാഗമാണെന്ന് ആകയാൽ ഭൗതിക ലോകം സാപേക്ഷിക ബോധമുള്ളവയാകുന്നു. ആത്മീയ ലോകത്തിൽ ജ്ഞാതാവും വിദീതാവും തമ്മിൽ യുക്തിയുക്തമായ അന്തരമില്ല. ആകയാൽ അവിടെയുള്ളതെല്ലാം പരിപൂർണമാണ്. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിത ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാപദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗർദിശേ നമഃ. നമോ ബ്രാഹ്മണദേവായ ഗോ ബ്രാഹ്മണ്യഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പദാനാം പാവനേവോ വൈഷ്ണവേവോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാചാരणे. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമാവോ വിഷ്ണുദായ കൃഷ്ണപ്രഷ്ടായ ബദലേ ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദസുമേധസേ പ്രചാരണേ ലോകതാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി നാമിനെ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണകൃപയാൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ജോഡിയബിൾ അല്ലേ? കേൾക്കാമോ? കേൾക്കാം ഗുരു. നന്ദി. ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ ഒന്നാണ്. ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം ദിവ്യത്വവും ദിവ്യസേവനം എന്നുള്ള അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ദിവ്യത്വവും ദിവ്യസേവനം എന്നുള്ള അധ്യായത്തിലെ മുഴുവൻ ശ്ലോകങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ശ്രീമദ് ഭാഗവതത്തിന്റെ രത്ന ചുരുക്കം എന്ന് വേണമെങ്കിലും ഈ അധ്യായത്തിനെ വിളിക്കാം. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിന്റെ എല്ലാ ഫിലോസഫിയും ഈ അധ്യായത്തിലെ ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ശ്ലോകത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിന്റെ വിവർത്തനം ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിരപേക്ഷ സത്യം ഗ്രഹിച്ച ജ്ഞാനിയായ അതീന്ദ്രിയവാദികൾ ഈ അദ്വൈത തത്വത്തെ ബ്രഹ്മൻ, പരമാത്മാവ്,
ഭഗവാൻ എന്നിങ്ങനെ സംബോധന ചെയ്യും. ആദ്യമായും വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ആദ്യമായും വായിക്കുന്ന വ്യക്തിക്ക് തുടക്കത്തിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം വേണ്ട വിധം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, സത്യമാണ്. എന്നാൽ ഡോട്ടി അസോസിയേഷൻ എടുത്ത് കുറച്ച് ദിവസം നമ്മൾ ഈ ഭാഗവതം ക്ലാസ്സുകളിൽ റെഗുലർ ആയിട്ട് വന്നും പോയി ഇരുന്നാൽ മാത്രമേ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഈ ശ്ലോകം ഫിലോസഫിക്കലി ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ 3 തരം സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ബ്രഹ്മ സാക്ഷാത്കാരം, രണ്ടാമത്തെ സ്റ്റേജ് പരമാത്മ സാക്ഷാത്കാരം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭഗവത് സാക്ഷാത്കാരം എന്നിങ്ങനെയാണ്. അപ്പോ ഒറ്റ അടിക്ക് ഒരൊറ്റ ജന്മം കൊണ്ട് നമുക്ക് ഈ 3 സാക്ഷാത്കാരവും നേടാൻ കഴിയില്ല. ഇതിൽ പടിപടിയായുള്ള ഉയർച്ചയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് ഒരിക്കലും ഒരു ആയുഷ്കാലം കൊണ്ട് സംഭവിക്കുന്നതല്ല. കോടിക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട് മാത്രമേ ടോപ്പ് മോസ്റ്റ് അവസ്ഥയായ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. ആദ്യം കോടിക്കണക്കിന് ജന്മം നമ്മൾ ഭഗവാനെ ഇല്ല എന്ന് പറഞ്ഞ് നടക്കും. അതിലൂടെ നമ്മൾ കോടിക്കണക്കിന് ശരീരങ്ങൾ ജന്മങ്ങൾ എടുക്കേണ്ടതായി വരും. അങ്ങനെ ജലജീവി, കരജീവി, ജലജീവിയിൽ ചെടികൾക്ക് ശേഷം ജലത്തിനകത്തുള്ള 7 ജന്തുക്കൾ, കൃമികൾ, കീടങ്ങൾ എന്നിങ്ങനെ രീതിയിൽ നമുക്ക് വിവിധ ശരീരം ഓരോ ജന്മവും കഴിയുമ്പോൾ മാറി മാറി കിട്ടും. അതിനുശേഷം കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവിയായി മാറും. അതിനും കാലങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് കരയിലുള്ള ഒരു ജീവി ചെടിയായി മാറും. കരയിലുള്ള ജീവിയായി മാറും. അതിനു മുമ്പ് ഒന്നുകൂടെ പറയട്ടെ, ജലജീവി പലതരം മത്സ്യം, ഞണ്ട്, ഇതുപോലത്തെ കുറെ രജോ ഗുണ തമോ ഗുണ ഉള്ള ജീവികളിലൂടെ നമ്മൾ കടന്നു പോകും. സസ്യങ്ങൾ 3 തരമുണ്ട്. അതിൽ തന്നെ രജോ ഗുണം തമോ ഗുണം എന്നുള്ള രീതിയിൽ കൂടുതലും കടന്നു പോകും. പുഴുക്കൾ 3 തരം ഗുണങ്ങളിലുണ്ട്, സത്വഗുണം, രജോ ഗുണം, സാത്വികഗുണം എന്നിങ്ങനെ. പക്ഷികളിലും 3 തരം ഗുണങ്ങളുണ്ട്, മൃഗങ്ങളിലും 3 തരം ഗുണങ്ങളുണ്ട്. അങ്ങനെ ജലജീവിയിൽ നിന്നും കരജീവി ആയതിനു ശേഷം കരജീവിയിൽ തന്നെ സസ്യങ്ങൾ, പുഴുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിങ്ങനെ ഉള്ള വിവിധ ജന്മങ്ങൾ താണ്ടിയാണ് അവസാനം ഒരു മനുഷ്യ ജന്മ ശരീരത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത്. ബാക്കി ഏതുതരം ജീവികളിൽ നമ്മുടെ ശരീരം ഉണ്ടെങ്കിലും മരിച്ചിട്ട് ജനിക്കുമ്പോൾ അതിനേക്കാൾ ഉയർത്തപ്പെട്ട ശരീരമാണ് കിട്ടുന്നത്. ജലജീവി കാലങ്ങൾ കഴിഞ്ഞ് കരജീവിയാവുന്നു. കരയിൽ തന്നെയുള്ള സസ്യങ്ങൾ മരിച്ചിട്ട് ജനിക്കുമ്പോൾ പുഴുക്കളാവുന്നു. പുഴുക്കൾ മരിച്ചിട്ട് ജനിക്കുമ്പോൾ പക്ഷികളാകുന്നു. പക്ഷികൾ മരിച്ചിട്ട് ജനിക്കുമ്പോൾ മൃഗങ്ങൾ, നാൽക്കാലികളാവുന്നു. അതിനുശേഷം നമ്മൾ മനുഷ്യജന്മത്തിലെത്തുന്നു. എന്നാൽ ഈ 3 ഈ വിവിധ ജീവശരീരത്തിൽ നമ്മൾ എത്തുമ്പോഴും അതിൽ തന്നെ തമോ ഗുണത്തിലുള്ള ജീവികളുണ്ട്, അതിൽ തന്നെ രജോ ഗുണത്തിലുള്ള ജീവികളുണ്ട്, അതിൽ തന്നെ സാത്വിക ഗുണത്തിലുള്ള ജീവികളുണ്ട്. അങ്ങനെ വിവിധ ജീവശരീരത്തിലൂടെ ഈ ഗുണങ്ങളിലൂടെ കോടാനുകോടി ജന്മങ്ങൾ വിവിധ ശരീരങ്ങളിൽ നമ്മൾ എടുത്ത് അവസാനം നമ്മൾ മനുഷ്യ ജന്മത്തിലെത്തും. എന്നാൽ ബാക്കി എല്ലാ ജീവജാല ശരീരങ്ങളിലും നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ മരിച്ചിട്ട് ജനിക്കുമ്പോൾ അതിനേക്കാളും ഉയർത്തപ്പെട്ട ഒരു ശരീരം കിട്ടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ മാത്രമേ പതനമുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും പതനമില്ല. കാരണം ജനിച്ചിട്ട് ജനിക്കുമ്പോൾ അതിനേക്കാളും ഇപ്പൊ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി ഫെസിലിറ്റി കൂടുതലുള്ള ശരീരത്തിലേക്ക് ഉയർത്തപ്പെടും. എന്നാൽ ഏറ്റവും കൂടുതൽ ഫുൾ ഫ്ലെഡ്ജഡ് ഫെസിലിറ്റി 7 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത് പോലെ അവിടെ എത്തിയതിനു ശേഷം അതിനേക്കാളും മുകളിൽ ഇല്ല, അതിനേക്കാളും പിന്നെ താഴെ ഉള്ളൂ. അങ്ങനെ അതിനേക്കാളും താഴെ പോകാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ സാത്വിക ഗുണം നമുക്ക് ഇല്ല. വീണ്ടും രജോ ഗുണവും തമോ ഗുണമേ നമുക്കുള്ളൂ. എങ്കിൽ സാത്വിക ഗുണം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഈ മനുഷ്യ ശരീരത്തിന്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് വീണ്ടും വിവിധ തമോ ഗുണ രജോ ഗുണ ഇഷ്ടങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ശരീരത്തിലേക്ക് നമ്മൾ താഴ്ത്തപ്പെടും.
മനുഷ്യജന്മം തന്നിരിക്കുന്നത് തമോ ഗുണത്തിനെ അതിജീവിച്ച് രജോ ഗുണത്തിനെ അതിജീവിച്ച് സാത്വിക ഗുണത്തിൽ എത്താനും സാത്വിക ഗുണത്തിനെയും അതിജീവിച്ച് ശുദ്ധ സാത്വിക ഗുണത്തിലും എത്താനുമാണ്. BMW കാറ് കിട്ടിയിട്ട് അതിൽ ചാണകം സപ്ലൈ ചെയ്യാൻ പാടില്ല. ചാണകം സപ്ലൈ ചെയ്യാൻ പെട്ടിയാട്ടം ഉണ്ടല്ലോ. അതുകൊണ്ട് ഭഗവാൻ BMW എടുത്തിട്ട് നമുക്ക് പെട്ടിയാട്ടോ തരും എന്നതുപോലെ മനുഷ്യ ശരീരം ഭഗവാൻ പിൻവലിച്ചിട്ട് നമുക്ക് അതിൽ താഴ്ന്ന ഏതെങ്കിലും ജീവജാലങ്ങളുടെ ശരീരം നമുക്ക് തരും. എന്നാൽ ഏത് ജീവാത്മാവാണോ മനുഷ്യ ശരീരത്തിൽ എത്തിയിട്ട് അതിൽ തന്നെ കോടാനുകോടി ജന്മങ്ങൾ ഈവൻ മനുഷ്യരത്തിലാണെങ്കിൽ പോലും ഇരുന്നുകൊണ്ട് നമുക്ക് ഉപരി ഒരു ശക്തി ഉണ്ട് എന്ന് സമ്മതിക്കത്തില്ല. നമ്മളാണ് ഈ ലോകത്തിലെ അധിപതി എന്നുള്ള മാനസിക അവസ്ഥയോടുകൂടി ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അയാൾ എത്ര തന്നെ ഈ ഭൗതിക ലോകത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കഴിവിന് ഉപരി ഒരു ശക്തി അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് വരും. കോടിക്കണക്കിന് ജന്മങ്ങളുടെ വിവിധ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ടാണ് ആ ബോധത്തിൽ ഒരു ജീവാത്മാവ് എത്തുന്നത്. മനുഷ്യ ശരീരം ഒഴിച്ച് മറ്റൊരു ശരീരത്തിലും ഈ ബോധം നമുക്കുണ്ടാവത്തില്ല. നമുക്കുപരി ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു അറിവ് മനുഷ്യ ശരീരത്തിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കുണ്ടാകത്തുള്ളൂ. ആ ഒരു ശക്തിയെ നമ്മൾ താൽക്കാലികമായി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതായത് ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾക്ക് ഉപരി ഒരു ശക്തി ഭൗതിക ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളെയും നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയും. ബ്രഹ്മസാക്ഷാത്കാരം എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ലക്ഷണം അദ്ദേഹത്തിന് ഉപരി ഒരു ശക്തി അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കും. പക്ഷെ ആ ശക്തിക്ക് ഒരു രൂപമുണ്ടെന്നോ അല്ലെങ്കിൽ അത് ഒരു വെളിച്ചമാണെന്നോ അതൊരു ശക്തിയാണെന്നോ ഒക്കെ ഒരു വ്യക്തമായ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിട്ട് അറിയാമായിരിക്കും, എനിക്ക് ഉപരി ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എന്നറിയാമായിരിക്കും. കാരണം അത് എത്ര തന്നെ ആഗ്രഹിച്ചിട്ടും സന്തോഷം മാത്രം ആഗ്രഹിച്ചിട്ടും അദ്ദേഹത്തിന് ദുഃഖം വന്നു ചേരുന്നുണ്ടല്ലോ. അതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന് തിരിച്ചറിവുള്ള ഒരു കാരണം. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സന്തോഷം വരാനാണ്. എന്നാൽ എത്ര തന്നെ എന്റെ പ്ലാൻ ശക്തമായ ഒരു പ്ലാൻ ആയിരുന്നാലും റിസൾട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ച റിസൾട്ട് എനിക്ക് കിട്ടാതെ പോകുന്ന പലപ്പോഴും എന്ന് വെച്ചാൽ അതിനർത്ഥം എന്റെ കൺട്രോളിന് ഉപരി എന്തൊക്കെയോ ഈ ലോകത്ത് നടക്കുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഞാനല്ലാതെ വേറെ ആരോ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ തന്നെ മനസ്സും നമ്മുടെ ശരീരവും നമുക്കുണ്ടാക്കി തരുന്ന ദുഃഖങ്ങൾ, ആ ദുഃഖങ്ങളുടെ പേരാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. എന്നാൽ നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിൽ കൂടി മറ്റുള്ള ജീവജാലങ്ങൾ, നമ്മളല്ലാതെയുള്ള ഒരു ജീവജാലം നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവത്തിന്റെ പേരാണ് ആദി ഭൗതിക ദുഃഖം എന്ന് പറയുന്നത്. ആദി ഭൗതിക ദുഃഖം, നമ്മളല്ലാതെ ഒരു മറ്റൊരു ജീവി നമ്മളെ ഉപദ്രവിക്കും. അപ്പൊ നമ്മുടെ കൺട്രോൾ വിട്ട് നമ്മൾ പോയി മറ്റുള്ളവരുടെ ഉപദ്രവം അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മളെക്കാളും ഉപരി മറ്റൊരു ജീവജാലങ്ങൾ കാരണം നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളെ ആദി ഭൗതിക ദുഃഖം എന്ന് പറയും. എന്നാൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഈ ജീവജാലങ്ങൾ അല്ലാതെയും നമുക്ക് കുറെ ദുഃഖങ്ങൾ വന്നു ചേരുന്നു. അതാണ് ആദി ദൈവീക ദുഃഖം. പേമാരി, ഉരുൾപൊട്ടൽ, സുനാമി, കൊടുങ്കാറ്റ്, വരൾച്ച, ഇങ്ങനെ മനുഷ്യന്റെയോ മറ്റു ജീവജാലങ്ങളുടെയോ ഏതെങ്കിലും ഒരു കൺട്രോളിന് അപ്പുറം ഈ പ്രകൃതിയാൽ നമുക്ക് കുറച്ച് ദുഃഖങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ള ദുഃഖങ്ങളെ നിയന്ത്രിക്കാനോ തടയാനോ ഒരു ജീവജാലങ്ങൾക്കും കഴിയുന്നില്ല. പ്രത്യേകിച്ചും നമ്മളാകുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് വരുന്ന റിസൾട്ട് നമ്മുടെ ആഗ്രഹിക്കുന്നത് സന്തോഷം മാത്രമാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ ദുഃഖങ്ങൾ വന്നു ചേരും. ആദി ഭൗതിക ദുഃഖം നമ്മളല്ലാതെ ഒരു ജീവജാലം നമുക്ക് തരുന്നതാണ്, നമ്മുടെ കൈവിട്ടു പോയി. ആദി ദൈവിക ദുഃഖം അതും നമ്മുടെ കൈവിട്ടു പോയി. നമ്മൾ വിചാരിക്കുന്ന പോലെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. നമ്മുടെ തന്നെ ശരീരം ആയിക്കോട്ടെ, അത് നമ്മളെ ഉപദ്രവിക്കും. നമ്മുടെ തന്നെ മനസ്സായിക്കോട്ടെ, അതും നമ്മൾ ഉപദ്രവിക്കും. സത്യം പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഉപദ്രവിക്കുന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്.
എന്നാൽ നമ്മൾ തന്നെ നമ്മളെ ഉപദ്രവിക്കും എന്ന് പറയുമ്പോൾ അത് അത്ഭുതമല്ലേ? അങ്ങനെയാണ് ഭൗതിക ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാൻ. ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം ഉള്ളതുപോലെ തന്നെ ആധ്യാത്മിക ദുഃഖം നമ്മുടെ തന്നെ മനസ്സ് നമ്മളെ ഉപദ്രവിക്കും. നമ്മുടെ തന്നെ ശരീരവും നമ്മളെ പലപ്പോഴും ഉപദ്രവിക്കും പല അവസരങ്ങളും. അപ്പോ നാം എന്നുള്ള വ്യക്തിക്ക് നമുക്ക് വരുന്ന ദുഃഖത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഏതോ ഒരു കാരണത്താൽ പല രീതിയിലും പല ദുഃഖങ്ങളും നമ്മുടെ ആഗ്രഹത്തിനപ്പുറം നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നിയമമുണ്ടോ? അതിനെ ഗവേൺ ചെയ്യുന്ന ഒരു ശാസ്ത്രമുണ്ടോ? അതിനെ നിയന്ത്രിക്കുന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ? അതിനെ നിയന്ത്രിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ആ അവസരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ ഒന്ന് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ഏതോ ഒരു ശക്തി, ഏതോ ഒരു വെളിച്ചം, ഏതോ ഒരു അത്ഭുത ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, നമ്മുടെ പിടിവിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു മാനസിക അവസ്ഥയെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയും. ബ്രഹ്മസാക്ഷാത്കാരം. എന്നാൽ ആ ഒരു നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സംഭവം എല്ലായിടത്തുമുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അത് എന്നെ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, സകലരെയും നിയന്ത്രിക്കുന്നുണ്ട് ഈ ഭൗതിക ലോകത്ത്. ഒരേ സമയത്ത് എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ശക്തി വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണ്. നമുക്ക് ഒരു മുഖമേ ഉള്ളൂ, നമുക്ക് നമ്മളെ കുറിച്ച് മാത്രമേ എന്തെങ്കിലും അറിവുള്ളൂ എങ്കിൽ ആ ശക്തിക്ക് എന്നെയും അറിയാം, എന്നെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, എന്നെ പോലെ മറ്റു ജീവജാലങ്ങളെയും അറിയാം, അവരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ലോകം മുഴുവനും ആ ശക്തി വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അതാണ് പരമാത്മ സാക്ഷാത്കാരം. ഒരേ സമയത്ത് എല്ലായിടത്തും എല്ലാരിലും അദ്ദേഹത്തിന്റെ പ്രഭാവമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് പരമാത്മ സാക്ഷാത്കാരം. ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം. അതിന്റെ അടുത്ത സ്റ്റേജാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നതിന് വ്യക്തമായ ഒരു രൂപമുണ്ടെന്ന്, അദ്ദേഹത്തിന് ഒരു പേര് ഉണ്ടെന്ന്, അദ്ദേഹത്തിന് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്, അദ്ദേഹത്തിന് വ്യത്യസ്ത ലീലകളുണ്ടെന്ന്, അദ്ദേഹത്തിന് സ്വന്തമായി ഒരു ലോകം ഉണ്ടെന്ന്, ആ ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റു സകല ലോകത്തിനെയും അദ്ദേഹം ഭരിക്കുന്നുണ്ടെന്നും ഉള്ള ഒരു തിരിച്ചറിവ്. അദ്ദേഹത്തിന്റെ പേർ കൃഷ്ണനാണെന്നും അദ്ദേഹത്തിന്റെ ധാമത്തിന്റെ പേര് ഗോലോക വൃന്ദാവനമാണെന്നും അദ്ദേഹത്തിന്റെ ശക്തി ഈ ലോകം മുഴുവനും വ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ഇച്ഛ കൊണ്ട് മാത്രം ഈ ലോകം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ഈ ലോകത്തിനെ ഭരിക്കാൻ വേണ്ടി 33 കോടി ദേവന്മാരെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവർക്ക് മുകളിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹം അതുക്കും മുകളിൽ 2 കൈ 2 കാല് രൂപത്തോടു കൂടി ഗോലോകത്ത് വസിക്കുന്ന സർവ ആകർഷകനായ പരമ ദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നും ഉള്ള ഒരു തിരിച്ചറിവ്, അതാണ് ഭഗവത് സാക്ഷാത്കാരം. ഈ ഭഗവാൻ ഗോലോകത്ത് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുറ്റും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വൈകുണ്ഠ ലോകങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും പ്രസരിപ്പിച്ചിട്ടുണ്ടെന്നും ഓരോ വൈകുണ്ഠ ലോകത്തിലും 4 കൈ രൂപത്തിലുള്ള വിഷ്ണു രൂപം ധരിച്ച് ഇതേ ഭഗവാൻ വിസ്തരിച്ചിട്ടുണ്ടെന്നും അങ്ങനെയുള്ള ഈ സൃഷ്ടികർമ്മം നടത്തുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ആദ്യം ബലരാമനായി വിസ്തരിക്കുകയും ബലരാമൻ, സംഘർഷൻ, അനിരുദ്ധൻ, പ്രദ്യുപ്നൻ, വാസുദേവൻ എന്നിങ്ങനെ 4 പ്രധാനപ്പെട്ട അവതാരങ്ങൾ സ്വീകരിക്കുകയും അതിലുള്ള സംഘർഷണൻ വീണ്ടും സംഘർഷൻ, അനിരുദ്ധൻ, പ്രദ്യുപ്നൻ, വാസുദേവൻ എന്നിങ്ങനെ വിസ്തരിക്കുകയും അതിലുള്ള 2ാമത്തെ സംഘർഷണൻ പ്രധാനപ്പെട്ട പുരുഷാവതാരമായ മഹാവിഷ്ണു ആയി അവതരിക്കുകയും ആ മഹാവിഷ്ണുവിന്റെ മറ്റൊരു പേര് കാരണോദശായ വിഷ്ണു എന്നാണെന്നും ആ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണതായ വിഷ്ണു വെറുതെ കിടക്കുകയും
അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഉത്പാദിക്കപ്പെടുന്ന വെള്ളത്തിൽ നിന്നും ആ വെള്ളത്തിനകത്ത് തന്നെ വെറുതെ കിടക്കുകയും അദ്ദേഹത്തിന്റെ രോമകൂപകളിൽ നിന്നും കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ ഉത്പാദിക്കപ്പെടുകയും, ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ ഒരു കുമിള പോലെ ഉള്ള ഒരു സംഭവമാണ്. അതിന്റെ ഇൻചാർജായി ആ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണദേശായ വിഷ്ണു വീണ്ടും വിസ്തരിച്ച് ആ ഓരോ കുമിളയ്ക്കകത്ത് കയറുകയും ആ കുമിളയ്ക്കകത്ത് ഉള്ള ഓരോ വിഷ്ണുവും ഇൻചാർജായി മാറുകയും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേര് ആ കുമിളയ്ക്കകത്ത് അതിന് ബ്രഹ്മാണ്ടം എന്ന് പറയും. ആ ബ്രഹ്മാണ്ടത്തിനകത്ത് ബ്രഹ്മാവിനെ ഉൾപ്പെടെ അദ്ദേഹം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സൃഷ്ടികർമ്മം നടത്തുന്ന അദ്ദേഹത്തിന്, ഗർഭം ധരിക്കുന്ന അദ്ദേഹത്തിന് ഗർഭോദശായ വിഷ്ണു അല്ലെങ്കിൽ നാഭിയിൽ പത്മമുള്ളവൻ, പത്മനാഭൻ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദശായ വിഷ്ണു കാരണ ജലത്തിൽ ശയിക്കുകയും അദ്ദേഹത്തിന്റെ രോമകൂപകളിൽ നിന്ന് കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഇതേ വിഷ്ണു വീണ്ടും വിസ്തരിച്ച് ഗർഭോദശായ വിഷ്ണു എന്നുള്ള പേര് സ്വീകരിച്ച് ഗർഭം ധരിക്കുകയും ആ ഗർഭത്തിലൂടെ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും പൊക്കൽ കൊടിയിലൂടെ പുറത്ത്, നമ്മൾ ഗർഭം ധരിക്കുന്നത് പൊക്കൽ കടിക്ക് വയറിനകത്താണെങ്കിൽ ഇദ്ദേഹം വയറിന് വെളിയിലാണ് ഗർഭം ധരിക്കുന്നത്. അങ്ങനെ പത്മനാഭൻ പത്മത്തിലൂടെ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ആ ബ്രഹ്മാവ് ഓരോ ബ്രഹ്മാവും അതാത് ബ്രഹ്മാണ്ടത്തിനകത്ത് 14 ലോകങ്ങൾ സൃഷ്ടിക്കുകയും ആ 14 ലോകത്തിലും വിവിധ ജീവജാലങ്ങളുടെ ഉത്പാദന പ്രക്രിയ എന്നുള്ള രീതിയിലുള്ള സെക്കൻഡറി ഉത്പാദന പ്രക്രിയ അതാത് ബ്രഹ്മാവിനെ ഇദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ബ്രഹ്മസൃഷ്ടിയിലുള്ള സകല ജീവജാലങ്ങളുടെ ഹൃദയകമലങ്ങളിലും ഇതേ വിഷ്ണു വീണ്ടും വിസ്തരിച്ച് നാരായണൻ പരമാത്മാവ് അല്ലെങ്കിൽ നിൽക്കുന്ന വിഷ്ണു രൂപം സ്വീകരിച്ച് പരമാത്മ രൂപേണ ഓരോ ജീവജാലങ്ങളുടെ ഹൃദയകമലങ്ങളിൽ വസിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ക്ഷീരോദശായി വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാവ് നാരായണൻ എന്നിങ്ങനെ ഓരോ ജീവാത്മാക്കളുടെ ഹൃദയകമലങ്ങളിലും ഭഗവാൻ വീണ്ടും വിസ്തരിച്ചു കയറും. അതാണ് പരമാത്മ സാക്ഷാത്കാരം എന്നറിയപ്പെടുന്ന വിഷ്ണു സാക്ഷാത്കാരം. അങ്ങനെ നോക്കുമ്പോൾ എത്ര ബ്രഹ്മാണ്ടമുണ്ട് എന്ന് ചോദിച്ചാൽ കോടാനുകോടി ബ്രഹ്മാണ്ടം ഉണ്ടെന്നാണ് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ശീവേലി നടക്കുന്ന സമയത്ത് രാത്രി 8:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശീവേലി വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ഒരു ആരതി ഒഴിഞ്ഞിട്ട് ഒരു ദണ്ട് വെച്ചിട്ടുള്ള ഒരു ഭക്തൻ മേളം കുറച്ചു നേരം നിർത്തി വെച്ചിട്ട് ഒരു പാട്ട് പാടും. ആ പാട്ട് ഇങ്ങനെയാണ്: അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശ്രീ പത്മനാഭ ശരീരാവരാഹോ എന്ന് പറയും. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിന്റെ നായകനായ പത്മനാഭ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടമുണ്ടെങ്കിൽ അഖിലാണ്ട കോടി പത്മനാഭനും അതിനകത്തുണ്ട്. ആ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും ഓരോ ബ്രഹ്മാവിനെയാണ് ചാർജ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരൊറ്റ ബ്രഹ്മാവല്ല ഈ ലോകത്തുള്ളത്. അങ്ങനെ 4 തലയുള്ള 5 തലയുള്ള 10 തലയുള്ള 100 തലയുള്ള 1000 തലയുള്ള വിവിധ ബ്രഹ്മാക്കന്മാർ ഈ ലോകത്തുള്ളതിൽ 4 തലയുള്ള ചതുർമുഖ ബ്രഹ്മാവിന്റെ ലോകത്ത് ആ ബ്രഹ്മാണ്ടത്തിലെ 14 ലോകത്തിലെ നടുക്കുള്ള ഗ്രഹമായ ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയോ ബ്രഹ്മാക്കന്മാർ വേറെയുണ്ട്, എത്രയോ 14 ലോകങ്ങൾ വേറെയുണ്ട്. അവിടെ എല്ലാം വ്യത്യസ്ത ചാർജുള്ള ദേവീദേവന്മാരൊക്കെ ഉണ്ട്. അപ്പോ ഇത്രയും വലുപ്പത്തിലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിലും അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ വിവിധ ദേവന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തുക എന്ന് പറയുന്നത് വെറുതെ ഒരു ശക്തിയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിനേക്കാളും എത്രയോ ഉയരെയാണ്. എല്ലായിടത്തും ഭഗവാന്റെ ശക്തികളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുന്ന ലെവലിൽ നിന്നും എത്രയോ ഉയരെയാണ്. അങ്ങനെ നമ്മൾ ഭഗവത് സാക്ഷാത്കാരം എത്തുമ്പോഴാണ്
നമുക്ക് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുവരെ നമ്മൾ ഭഗവാന്റെ ആക്ടിവിറ്റീസ് നമുക്ക് വലുതായിട്ട് മനസ്സിലാവത്തില്ല. ഭഗവാനും നമ്മളും തമ്മിലുള്ള ആക്ടിവിറ്റീസ്, ബന്ധവും അതിന്റെ പരസ്പര വിനിമയത്തിനെ കുറിച്ചും പരസ്പര ആക്ടിവിറ്റീസിനെ കുറിച്ചും നമുക്ക് മനസ്സിലാവും. നമുക്ക് എപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം എത്തിയതിനു ശേഷമുള്ള അടുത്ത ലെവലാണ്. ശ്രീമദ് ഭാഗവതം ഭാഗവതത്തില് വളരെ വ്യക്തമായി ബ്രഹ്മാണ്ട വർണ്ണന പറഞ്ഞിട്ടുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും 14 ലോകങ്ങൾ ഉണ്ടെന്ന്. അതിന്റെ നടുക്ക് ഉപരിലോകം, മധ്യമലോകം, അധമലോകം എന്നിങ്ങനെ വിവിധ ലോകങ്ങൾ ഉണ്ടെന്നൊക്കെ ശ്രീമദ് ഭാഗവതത്തില് വളരെ വ്യക്തമായി വർണ്ണന നൽകിയിട്ടുണ്ട്. ഭൂമിയുടെ മുകളിൽ എത്ര ലോകം, അത് ഞാൻ കാണാതെ പറയാൻ എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. ഭൂലോകം, ഭൂവർലോകം, തപോലോകം, ജനോലോകം, പിതൃലോകം, സത്യലോകം, കൃതലോകം എന്നിങ്ങനെ 7 ലോകങ്ങൾ ഭൂമിക്ക് മുകളിലുണ്ട്. അതേപോലെ തന്നെ ഭൂമിക്ക് താഴെ ഭൂമി, രസാതളം, പാതാളം, തളാതളം എന്നിങ്ങനെ ഭൂമിക്ക് താഴെ 6 ഗ്രഹങ്ങൾ വീണ്ടുമുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഒരു ബ്രഹ്മാവിന്റെ ബ്രഹ്മാണ്ടത്തിനകത്താണ് എങ്കിൽ എത്ര ബ്രഹ്മാണ്ടങ്ങൾ വേറെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എത്ര ബ്രഹ്മാക്കന്മാരുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ ബ്രഹ്മാണ്ടത്തിന് അകത്തും ഉള്ള കാര്യങ്ങൾ അപ്പുറം ഒരു ബ്രഹ്മാവിന് അറിവ് പോലും ഇല്ല എങ്കിൽ നമുക്ക് എന്തറിവാണ് പിന്നെ ഉണ്ടാവാൻ പോകുന്നത്? ബ്രഹ്മാവിന് പോലും അദ്ദേഹത്തിന് ലോകത്തിന്റെ അപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ നമുക്ക് ബ്രഹ്മാവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സ്ഥലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അറിയാവൂ. അങ്ങനെ ചതുർമുഖ ബ്രഹ്മാവിനെ ഭഗവാൻ അദ്ദേഹത്തിന്റെ അഹങ്കാരം തീർത്തു കൊടുക്കുന്ന ഒരു ലീലയുണ്ട്. ഒന്നല്ല, ഒരുപാട് ലീലകളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഭാഗവതം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥ എത്രത്തോളം വലിപ്പമുള്ളതാണെന്നും നമ്മൾ എത്രത്തോളം ചെറിയ ഒരു ജീവാത്മാവാണെന്നും ഭഗവാൻ എത്രത്തോളം വലിയൊരു മഹാപുരുഷനാണെന്നും ഒക്കെ ശ്രീമദ് ഭാഗവതം പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഭാഗവതത്തിൽ എത്തിയ വ്യക്തി ബ്രഹ്മസാക്ഷാത്കാരം താണ്ടി, പരമാത്മ സാക്ഷാത്കാരം താണ്ടി ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അതിനർത്ഥം, എന്നതിന് യാതൊരു ഡൗട്ടുമില്ല. അപ്പോ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ചെറിയ പരിപാടി അല്ല. അത് ഒരു ആയുഷ്കാല അഭ്യാസവുമല്ല. അത് കോടിക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ അറിവ് കൊണ്ട് മാത്രം നമ്മൾ വന്നു ചേരുന്ന ഒരു മഹാസൗഭാഗ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ചൊരു ശ്ലോകമുണ്ട്. ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവം ഇതി സാ മഹാത്മാ സുദുർലഭഃ. ഒരുപാട് കോടിക്കണക്കിന് ജനന മരണങ്ങൾക്ക് അവസാനം ജ്ഞാനവാനായ വ്യക്തി, ജ്ഞാനം കൊണ്ടാണ് ഭഗവാൻ എടുത്തത്, ജ്ഞാനവാനായ വ്യക്തി, വാസുദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് സർവകാരണങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ വിളിക്കുന്ന പേരാണ് ബുദ്ധിമാന്മാർ. സുദുർലഭ. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഇതാണ് അതിന്റെ സത്യം. അപ്പോ ഈ ഭഗവാൻ ചില്ലറ ആളെ അല്ല. എന്നാൽ ആ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിന്റെ ശരിയായ കർത്തവ്യം. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് അതിനൊന്നും സമയമില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്നാൽ നമുക്ക് ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, സ്വരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുക,
ഈ കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഹാരം കഴിക്കുക, ഉറങ്ങുക, ഇണയെ ആകർഷിക്കുക, തൊഴിലക്ഷം ചെയ്യുക, ഇത് നമ്മുടെ ആഗ്രഹമെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. കൃമികളും കീടങ്ങളും ഒക്കെ ഇതേ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ മനുഷ്യ ശരീരം കിട്ടിയിട്ടും അതിനോട് കൂറ് പുലർത്താത്തത് കൊണ്ട് നമ്മളെ ഭഗവാൻ അടുത്ത താഴ്ന്ന തരം ശരീരത്തിലേക്ക് പറഞ്ഞു വിടും. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരം മാത്രം പോരാ, പരമാത്മ സാക്ഷാത്കാരം മാത്രം പോരാ, ഭഗവത് സാക്ഷാത്കാരത്തില് ഈ ജന്മത്തിൽ തന്നെ ഒരു ജീവാത്മാവ് എത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഭഗവാൻ നമുക്ക് തന്ന ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശരിയായ കർത്തവ്യം അനുഷ്ഠിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭഗവത് സാക്ഷാത്കാരം എത്തുക എന്നുള്ളത് ഒരു ജീവാത്മാവിന്റെ അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എന്നാൽ അതിന് മനസ്സാലെ ബുദ്ധിയോടുകൂടി തലകുത്തി ചിന്തിച്ച് നമുക്ക് ഭഗവാനിൽ എത്താൻ കഴിയും. അതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. അതിന് മറ്റൊരു ശുദ്ധഭക്തന്റെ സപ്പോർട്ടും അനുഗ്രഹവും ഹെൽപ്പും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കോടിക്കണക്കിന് ജന്മം നമ്മൾ ഉപരിലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയോ അധമ ലോകങ്ങളിലേക്ക് താഴ്ത്തപ്പെടുത്തുകയോ ചെയ്ത് നമ്മൾ ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ചൈതന്യ ചരിതാമൃതത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. നമ്മൾ പൂർവ്വജന്മ കർമ്മങ്ങൾ അനുസരിച്ച് ഓരോ ജന്മത്തും ഉപരിലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും അധമ ലോകങ്ങളിലേക്ക് താഴ്ത്തപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഉയർത്തപ്പെടുകയും ചെയ്യാലും താഴ്ത്തപ്പെടുകയും ചെയ്താലും നമ്മൾ ഉള്ളത് ഭൗതിക ലോകത്തിലാണ്. അങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ജനന മരണ ചക്രമാകുന്ന ദുഃഖ ദുരിതങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടേ വീണ്ടും വീണ്ടും പുനർജന്മത്തിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. എന്നാൽ ഈ ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ അത് എപ്പോഴാണോ ഒരു ശുദ്ധഭക്തനെ നമുക്ക് നേരിട്ട് കാണാനുള്ള മഹാഭാഗ്യമുള്ളത്, ആ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ കോടിക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള ജനന മരണ ചക്രത്തിൽ നിന്നും കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്ത നമ്മുടെ ഈ ഒരു പ്രതിഭാസം ജനന മരണ ചക്രത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള വഴി അവിടെ തെളിഞ്ഞു വരുന്നു ആ മുഹൂർത്തത്തിൽ. ഏത് മുഹൂർത്തത്തിൽ? ഒരു ഭക്തനുമായിട്ട് സംഗമം ചെയ്യാൻ പറ്റുന്ന ആ മുഹൂർത്തം മുതൽ എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ഭക്തന്റെ ഒരു സംഘം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കോടിക്കണക്കിന് ജീവശരീരം നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കോടിക്കണക്കിന് ജന്മം കൊണ്ട് നമ്മൾ ഒരു ഭക്തനെ കണ്ടിട്ടേ ഇല്ല എന്നാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കോടിക്കണക്കിന് ശരീരം എടുത്ത് നമ്മൾ കറങ്ങിക്കൊണ്ടിരുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും ജന്മങ്ങളിൽ നമ്മൾ ഒരു ഭക്തന്റെ അടുത്തുപോലും പോയിട്ടില്ല, അടുത്തുപോലും നമുക്ക് എത്താനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോ ഈ ജന്മത്തിൽ നമ്മൾ ഭാഗവതം എടുത്ത് വായിക്കുന്നുണ്ട്, നമ്മൾ ഭക്തന്മാരുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്, ഭക്തന്മാരുടെ കൃപ കൊണ്ട് നമുക്ക് ഭാഗവതം പഠിക്കാനും വായിക്കാനും കേൾക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ കിട്ടിയ പുണ്യം കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. അത് കോടിക്കണക്കിന് ജന്മങ്ങൾ കൊണ്ടുള്ള പുണ്യം കൊണ്ട്, ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഏതോ ഒരു ഭക്തന്റെ കൃപ കൊണ്ട്, അജ്ഞാന സുകൃതി കാരണം നമുക്ക് വന്ന മഹാസൗഭാഗ്യമാണ് ഈ ഭാഗവതം ക്ലാസ് കേൾക്കാനും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് കഴിയും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ബ്രഹ്മദേവൻ എങ്ങനെയാണ് സൃഷ്ടി നിർവഹിച്ചെന്ന് ചോദിച്ചാൽ, ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ സൃഷ്ടികർമ്മം, സർഗം വിസർഗം എന്നിങ്ങനെയാണ് സൃഷ്ടികർമ്മത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മദേവൻ വരെയുള്ള സൃഷ്ടിയെ സർഗമെന്നും ബ്രഹ്മദേവൻ ചെയ്യുന്ന സൃഷ്ടിയെ വിസർഗമെന്നുമാണ് പറയുന്നത്. അതായത് ദക്ഷ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്ത് നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോ ദക്ഷ പ്രജാപതി എന്ന് പറയുമ്പോൾ നമ്മളെ പ്രജകളെ ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ദക്ഷ ലീലകളിൽ പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോ പ്രധാനപ്പെട്ട ഈ ബ്രഹ്മദേവന്റെ സൃഷ്ടിയിൽ വിസർഗത്തിൽ പ്രധാനമായിട്ടും അദ്ദേഹം 4 വിഭാഗം
കുട്ടികളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ദ്വാദശ ആദിത്യന്മാർ എന്നിങ്ങനെ 12 ആദിത്യന്മാരെ സൃഷ്ടിച്ചു. എന്നിട്ട് ഏകാദശ രുദ്രന്മാർ എന്നിങ്ങനെ 11 രുദ്രന്മാരെ സൃഷ്ടിച്ചു. അഷ്ടവസ്തുക്കൾ എന്നിങ്ങനെ 8 വസ്തുക്കളെ സൃഷ്ടിച്ചു. അശ്വിനി ദേവന്മാർ എന്നിങ്ങനെ 2 ദേവന്മാരെ സൃഷ്ടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ 33 ദേവന്മാർ എവിടെ നിന്ന് വന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ 33 ദേവന്മാരെന്ന് എപ്പോഴും പറയാറുണ്ട്. അവരുടെ സൃഷ്ടി എങ്ങനെ ഉണ്ടായെന്നാണ് ഞാൻ പറയുന്നത്. ദ്വാദശ ആദിത്യന്മാരെന്ന് പറയുമ്പോൾ 12 പേരാണ്. ഏകാദശ രുദ്രന്മാരെന്ന് പറയുമ്പോൾ 11 പേര്. അപ്പോ 12ഉം 11ഉം 23. അഷ്ടവസ്തുക്കൾ 8. അങ്ങനെ 8ഉം കൂടെ ചേർക്കുമ്പോൾ 31. അശ്വിനി ദേവന്മാര് 2. അതും കൂടെ ചേർക്കുമ്പോൾ 33. ഇവരുടെ അടുത്ത തലമുറയാണ് 33 കോടി ദേവന്മാരായി മാറി. അപ്പോ മനസ്സിലാക്കുക, 12, 11, 8, 2 എന്നിങ്ങനെയുള്ള ബ്രഹ്മസൃഷ്ടിയിലുള്ള ദ്വാദശ ആദിത്യന്മാരും ഏകാദശ രുദ്രന്മാരും അഷ്ടവസ്തുക്കളും അശ്വിനി ദേവന്മാരും കൂടെ ചേരുമ്പോൾ 12, 11, 8 + 2 33 എന്നിങ്ങനെ ഗണമാകുന്നു. ഇങ്ങനെയുള്ള ഈ 33 ഗണത്തിൽ നിന്നുമാണ് 33 കോടി ദേവന്മാരും പിന്നെ ഉണ്ടായത്. എന്നാൽ ഇവരെല്ലാം ഒരു ബ്രഹ്മാണ്ടത്തിന് അകത്ത് മാത്രം ഇൻചാർജായ ദേവീദേവന്മാരാണ്. ചതുർമുഖ ബ്രഹ്മാവിന്റെ ലോകത്തുള്ള ഈ ദേവീദേവന്മാർക്ക് ഒന്നും അതിനുപരിയുള്ള ലോകത്തിന്റെ കുറിച്ച് യാതൊരു അറിവുമില്ല. അഥവാ വല്ല അറിവുണ്ടെങ്കിൽ ബ്രഹ്മദേവൻ 4 തലയുള്ള തല കൊണ്ട് തല പുകഞ്ഞ് ആലോചിച്ച് 3 പ്രാവശ്യം ഭഗവാൻ കൃപയാൽ കൊടുത്ത വേദവിജ്ഞാനം, വേദങ്ങൾ 3 പ്രാവശ്യം പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഈ 33 കോടി ദേവന്മാർക്കും നമുക്കും അടക്കം അറിയാവൂ. അതിലുപരിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ അതുക്കും ഉപരിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അത് ബ്രഹ്മദേവൻ തപ്പിപ്പിടിച്ച് നമുക്ക് വേദങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പോലും കഴിയത്തുള്ളൂ. അപ്പോ ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത് വലിയ ഒരു ലോകമാണ്. അപ്പൊ 4 തലയുള്ള ബ്രഹ്മാവ് പറഞ്ഞതിന് എങ്കിലും നമ്മൾ മിനിമം 1 തല വച്ച് മാക്സിമം മനുഷ്യജന്മത്തിൽ നൽകിയ 100 വയസ്സിനകത്ത് ഗുരു പരമ്പര വഴി വന്ന ആചാര്യന്മാർ എക്സ്പ്ലെയിൻ ചെയ്ത നമുക്കറിയാവുന്ന ഉദാഹരണ സഹിതം മനസ്സിലാക്കാൻ കിട്ടുന്ന വളരെ ചെറിയ ഒരു കാലഘട്ടം നമ്മൾ ഭഗവത് ഫിലോസഫി മനസ്സിലാക്കാൻ, ശ്രീകൃഷ്ണ ചരിത്രം മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ നമ്മൾ വീണ്ടും ഈ ഭൗതിക ലോകത്തില് പല 84 ലക്ഷം ജീവശരീരത്തിൽ വീണ്ടും നമ്മൾ ജനനമരണ ചക്രത്തിൽ പെട്ട് വീണ്ടും കറങ്ങിയിട്ട് മനുഷ്യ ശരീരത്തിൽ നിന്നും പതിക്കാൻ പറ്റുന്ന ഒരേ ഒരു ശരീരം മനുഷ്യ ശരീരമാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഉയർത്തപ്പെടാൻ പറ്റത്തുള്ളൂ. ആ ഉയർത്തപ്പെടുന്ന അവസരം പ്രയോജനപ്പെടുത്താതെ വന്നാൽ താഴ്ത്തപ്പെടും. അങ്ങനെ താഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു മനുഷ്യ ശരീരം കിട്ടിയാൽ മാത്രമേ പിന്നെ ഇതിനെക്കുറിച്ച് വായിച്ചാലും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. പിന്നെയും കോടിക്കണക്കിന് ജന്മം കഴിഞ്ഞ് പിന്നെ മനുഷ്യരീരത്തിൽ എത്താൻ പറ്റും. മനുഷ്യരീരത്തിൽ എത്തിയാൽ തന്നെ ഭാഗവതം, ഭഗവത്ഗീത, ഭക്തന്മാര്, പ്രസാദം എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളിൽ എത്താൻ സാധിച്ചെന്ന് വരത്തില്ല. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം ചിലർക്ക് കാണത്തുള്ളൂ, പരമസാക്ഷാത്കാരം കാണത്തുള്ളൂ, ഭഗവത് സാക്ഷാത്കാരം എല്ലാവർക്കും കാണത്തില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അങ്ങനെ ഭഗവത് സാക്ഷാത്കാരം എത്താൻ പറ്റുന്ന മനുഷ്യ ശരീരത്തിന്റെ അവസരം നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ മിസ്സാക്കി കളഞ്ഞാൽ പിന്നെ എപ്പോഴാണ് ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഭഗവത് സാക്ഷാത്കാരം എത്തിയ ആൾക്കാർക്ക് മാത്രമേ ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ. ബ്രഹ്മസാക്ഷാത്കാരം എന്നുള്ളത് ഒരു ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സാക്ഷാത്കാരം മാത്രമാണ്. പരമാർത്ഥ സാക്ഷാത്കാരവും അങ്ങനെ തന്നെ. എങ്ങനെ ഭഗവത് സാക്ഷാത്കാരം എത്തുമ്പോൾ മാത്രമേ നമ്മൾ ജനന മരണ ചക്രം പൊട്ടിച്ച് നമുക്ക് വെളിയിൽ കടന്ന് ഇനി ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരേണ്ടതില്ലാത്ത വൈകുണ്ഠ ലോകങ്ങൾ, കുണ്ഡങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലാത്ത വൈകുണ്ഠ ലോകങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ആ വൈകുണ്ഠ ലോകങ്ങളിൽ എത്തിയാൽ തന്നെ അതിലും ഉപരിയുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗ്രഹമായ ഗോലോക വൃന്ദാവനത്തിൽ എത്തുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അച്ചീവ്മെന്റ്. എന്നാൽ വൈകുണ്ഠത്തിൽ എത്തിയാൽ തന്നെ നമുക്ക് മുക്തി കിട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഭഗവാനും നമ്മളും തമ്മില് വിവിധ തരം ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഓരോ ജീവാത്മാവും ഭഗവാനും തമ്മിൽ വ്യത്യസ്ത ബന്ധങ്ങളിൽ ഒന്ന് ഭഗവാൻ ഉണ്ട് എന്ന് മാത്രം അംഗീകരിക്കുന്ന ഒരു സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജാണ്. ഭഗവാൻ ഉണ്ട് എന്ന് മാത്രം, ഒരു ന്യൂട്രൽ സ്റ്റേജ്. 2,
ഭഗവാന്റെ ദാസ്യം, ഭഗവാനും നമ്മളും തമ്മിൽ ഒരു ദാസ്യ ബന്ധമാണ് നമുക്കുള്ളത് ഭഗവാനോട് എന്ന് മനസ്സിലാക്കുന്ന രണ്ടാമത്തെ സ്റ്റേജ്, സർവന്റ്. അത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും അവരുടെ വ്യവസ്ഥാപിതമായ അവസ്ഥ, ശരിയായ അവസ്ഥ. ചില ജീവാത്മാക്കൾക്ക് മറ്റൊരു ഭഗവാനായിട്ടുള്ള ബന്ധമായി. അത് എന്ന് പറയുന്നത് ഭഗവാന് സഖ്യരസം ഭഗവാനായിട്ട് സഖ്യരസത്തിലായി. മറ്റൊരു ജീവാത്മാവ് ഭഗവാനായിട്ട് വേറെ ഒരു രസം, അതായത് വാത്സല്യ രസത്തിലായി, ഭഗവാനെ മക്കൾ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു വാത്സല്യ രസത്തിൽ. ചില ജീവാത്മാക്കൾക്ക് ഭഗവാനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് മാധുര്യ രസം, ഭാര്യ ഭർത്ത ബന്ധം, കാമുക ബന്ധം പോലത്തെ ബന്ധമായിരിക്കും. അത് ഓരോ ജീവാത്മാവുക്കും ആൾറെഡി ഭഗവാന്റെ ലോകത്ത് നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ആ ബന്ധം ഉണ്ടായിരുന്നു. അത് ഏതെന്ന് നമുക്കിപ്പോ ഭൗതികമായ മാലിന്യങ്ങൾ കൊണ്ടും കോടാനുകോടി ജന്മങ്ങളിലെ പാപങ്ങൾ കൊണ്ടും നമുക്കത് മറന്നുപോയി. എന്നാൽ നമ്മുടെ വ്യവസ്ഥാപിതമായ അവസ്ഥ, നമ്മൾ ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ജീവാത്മാവിനും സ്വയമേ വെളിവായി കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ യുഗധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. സത്യയുഗത്തിൽ കൊടും തപസ്സം, ത്രേതായുഗത്തിൽ യജ്ഞങ്ങളും, ദ്വാപാരയുഗത്തിൽ ക്ഷേത്രാരാധന വിഗ്രഹാരാധന, കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവുമാണ് യുഗധർമ്മം. ഈ യുഗധർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഭഗവാനായിട്ടുള്ള ആത്മബന്ധം ഏത് ബന്ധമാണ് എന്ന് സ്വയമേ വെളിപ്പെടും. സേവോന്മുഹോഹി ജിഹ്വ സ്വയമേവ സ്ഫുരത്യൻ. നാക്കുകൊണ്ട് നമ്മൾ നാമം ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ സ്വയമേ നമ്മുടെ ഭഗവാനായിട്ടുള്ള ബന്ധം നമുക്ക് വെളിവാകപ്പെടുമെന്നാണ്. ശ്രീല പ്രഭുപാദറിന്റെ ലെക്ചറില് ഇന്നത്തെ ഈ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡസൻ കണക്കിന് കണക്റ്റഡ് ശ്ലോകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ശ്ലോകവും നമ്മൾ ഭഗവാനായിട്ടുള്ള ഈ സാക്ഷാത്കാരത്തിന്, ബ്രഹ്മസാക്ഷാത്കാരം, പരമസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യത്യസ്തമായി അദ്ദേഹം ശാസ്ത്രത്തിന്റെ സപ്പോർട്ടോടുകൂടി പ്രതിപാദിക്കുന്നു. അതിൽ ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്, ഭഗവാന്റെ ചുറ്റുമുള്ള ഒരു വെളിച്ചമാണ് എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് ബ്രഹ്മസംഹിതയിൽ. യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡകോടി കോടിശിശേഷ വിശുദ്ധാദി വിഭൂതി ഭിന്നം തത്ബ്രഹ്മമശേഷമനന്തമശേഷ രൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്നുള്ള ശ്ലോകത്തിൽ യസ്യ പ്രഭവതോ, ഭഗവാന്റെ ചുറ്റുമുള്ള പ്രഭാവം, ആ ഒരു എഫ്ലുവൻസ്, ഭഗവാൻ ചുറ്റുമുള്ള പ്രകാശത്തിനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നവർ രൂപമുണ്ട്, എന്നാൽ ആ ഒരു പ്രഭ കൊണ്ട് അതിനപ്പുറമുള്ള ഭഗവാനെ കാണാനുള്ള കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അവർ കണ്ട കാര്യം പറയുന്നത്. ഭഗവാന് രൂപമുണ്ട്, എന്നാൽ ഭഗവാനുണ്ട്, ഒരു വെളിച്ചമാണ് എന്ന് വരെ പറയും. ഒരു ആനയെ തൊട്ടിട്ട് കണ്ണു കാണാത്ത ആൾക്കാർ വിവരിക്കും പോലെയാണ് ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്താത്ത ആൾക്കാർ ഭഗവാനെ കുറിച്ച് പറയും. കണ്ണ് കെട്ടിയിട്ട് ഒരു അന്ധൻ ആനയുടെ വാല് തൊട്ടാൽ വാലിനെ കുറിച്ച് മാത്രമേ ആന എന്ന് പറയുമ്പോൾ അതിന് വർണ്ണിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ കാലില് തൊട്ട ആള് ഇതൊരു തൂണാണ് എന്നുള്ള രീതിയിൽ പറയും. ചെവിയെ തൊട്ട ആൾ അതൊരു മുറം പോലെയാണ് എന്ന് പറയും. കൊമ്പിനെ തൊട്ട ആള് അതൊരു നല്ല കൂർത്തിരിക്കുന്ന ഒരു സാധനമാണ് ആന എന്നാണ് പറയുന്നത്. എന്നതുപോലെയാണ് ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്താത്ത ആൾക്കാർ ബ്രഹ്മസാക്ഷാത്കാരത്തിലായാലും പരമാത്മ സാക്ഷാത്കാരത്തിലായാലും ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നത്. അതൊരിക്കലും പൂർണ്ണമായ ഒരു വർണ്ണന അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പ്രധാനമായിട്ടും ശാസ്ത്രത്തില് ബ്രഹ്മസാക്ഷാത്കാരം, പരമസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് സൂര്യപ്രകാശം, സൂര്യഗോളം, സൂര്യ എന്ന് പറയുന്ന മൂർത്തി എന്നിങ്ങനെയുള്ള 3 സ്റ്റെപ്പായി ഭഗവാനെ സൂര്യനെ മനസ്സിലാക്കുന്ന സ്റ്റേജിനെ ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ എന്നുള്ള സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന ഒരു ഭൗതിക ഉദാഹരണമാണ്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നിരിക്കുക. നമുക്കറിയാം ഇവിടെ വെളിച്ചമുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? ഇവിടെ സൂര്യന്റെ പ്രസൻസ് ഉണ്ടെന്നാണ്. അപ്പോ സൂര്യനെ കണ്ടില്ലെങ്കിലും വെളിച്ചം കണ്ടുകൊണ്ട് സൂര്യന്റെ പ്രസൻസ് നമ്മൾ തിരിച്ചറിയുന്ന ആ സാക്ഷാത്കാരത്തിനെയാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. എന്നാൽ നമ്മൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഈ ഒരു വെളിച്ചം വന്നിരിക്കുന്നത് സൂര്യനാകുന്ന ഗോളത്തിൽ നിന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ആ സൂര്യൻ അവിടെ ഗോളമായി ഇരിക്കുന്നത് സമയത്ത് തന്നെ ഈ സർവ്വലോകത്തും അദ്ദേഹത്തിന്റെ പ്രഭാവം വെളിച്ചരൂപേണ ഉണ്ട്. ഒരേ സമയത്ത് അദ്ദേഹം ഈ ലോകം മുഴുവനും ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം, ഒരു ഗോളം എന്നുള്ള രീതിയിൽ
ഗോളം എന്നുള്ള രീതി ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സൂര്യഗോളത്തിനെ തിരിച്ചറിയുന്ന, സൂര്യന്റെ പ്രസൻസ് എല്ലായിടത്തും ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന അടുത്ത സ്റ്റേജ്. അതാണ് പരമാത്മ സാക്ഷാത്കാരത്തിനുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു ഭൗതിക ഉദാഹരണം. എന്നാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി, സൂര്യഗോളത്തിനകത്ത് സൂര്യദേവൻ എന്നുള്ളൊരു ഇൻചാർജ് ഉണ്ട്. അദ്ദേഹം ഈ സൂര്യന്റെ പദവി അലങ്കരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സേവനാർത്ഥമാണ് സൂര്യഗോളമാകുന്ന രൂപം ധരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹം ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയുന്ന അടുത്ത സ്റ്റേജ്. അതാണ് ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയും. ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുടെ രൂപം ഉള്ളതുപോലെ തന്നെ ഭൂമാദേവി ഒരു ദേവിയാണ്. കലി ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പറയുമ്പോൾ കലിപുരുഷൻ ഒരു ദേവനാണ്, ഒരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാത്തിന്റെയും പുറകെ ഒരു വ്യക്തി ഒരു ഇൻചാർജ് ആയിട്ട് ഉണ്ട്. അങ്ങനെ സൂര്യഗോളത്തിനും ഒരു ഇൻചാർജ് ഉണ്ട്, അതാണ് സൂര്യദേവൻ. എന്നാല് ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തില് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്യക്തി രൂപമാണ്, വെറും ഒരു ഗോളമല്ല, അതിനും ഒരു ആളുണ്ട്, ഇൻചാർജ് എന്ന് പറയുന്ന ഒരു ശ്ലോകം നമുക്ക് നോക്കാം. 4-ാം അധ്യായം 1-ാം ശ്ലോകം, ഭഗവത്ഗീത 4-ാം അധ്യായം 1-ാം ശ്ലോകം. അതെ, 4-ാം അധ്യായം 1-ാം ശ്ലോകം. ഇമം വിപസ്സതോ യോഗം പ്രോക്താവാഹനമവ്യയം വിവസ്വാൻമനവേ പ്രോഹ മനോരിക്ഷാക വേ ബ്രവീത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇർഷാകിനും ഉപദേശിച്ചു. അപ്പൊ സൂര്യഗോളത്തിന് അല്ല ഉപദേശം കൊടുത്തത്, സൂര്യഗോളത്തിന്റെ അധിപനായ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു. അവിടെ ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ ആ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന നെക്സ്റ്റ് ലെവലിനെയാണ് ഭഗവത് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഇതൊരു ഭൗതിക ഉദാഹരണമാണ്. അതേപോലെ ഭഗവാന് ചുറ്റും പ്രകാശമുണ്ട്, അതാണ് അത് നമ്മൾ ഭഗവാൻ എന്നുണ്ട്, അതൊരു ശക്തിയാണെന്ന് തിരിച്ചറിയുന്ന ബ്രഹ്മസാക്ഷാത്കാരം. അതേ സമയത്ത് അദ്ദേഹം ഗോലോക വൃന്ദാവനം എന്നുള്ള ധാമത്തിൽ നിന്നുകൊണ്ടാണ് ഈ ലോകം മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ് പരമാത്മ സാക്ഷാത്കാരം. എന്നാൽ ഗോളത്തിൽ ധാമത്തിൽ അകത്ത് ഒരു ഇൻചാർജ്, ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് 2 കൈ 2 കാല് രൂപമുള്ള ശ്രീകൃഷ്ണ ചന്ദ്ര ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്ന നെക്സ്റ്റ് ലെവൽ സാക്ഷാത്കാരമാണ് ഭഗവത് സാക്ഷാത്കാരം. അദ്ദേഹവും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ത്, അദ്ദേഹവും നമ്മൾ തമ്മിലുള്ള ആക്ടിവിറ്റീസ് എന്ത് എന്നൊക്കെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ചർച്ചകളെല്ലാം നടക്കുന്നത് അടുത്ത ലെവലാണ്, ഭഗവത് സാക്ഷാത്കാരത്തിന്റെ അടുത്ത ലെവലാണ്. അങ്ങനെ ഭഗവാനെ സംബന്ധിക്കുന്ന, നമ്മളെയും ഭഗവാനെയും സംബന്ധിക്കുന്ന വിഷയത്തിനെ കുറിച്ചുള്ള പ്രാഥമിക അറിവ് നമുക്ക് നേടാൻ പറ്റിയ ഏറ്റവും എളുപ്പമാർഗം എന്തെന്ന് ചോദിച്ചാൽ, ഭഗവാനും നമ്മളും സംബന്ധിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഉള്ള അറിവ് നൽകുന്ന ബേസിക് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത അതാണ് സംബന്ധം. നമ്മളും ഭഗവാനും എങ്ങനെ സംബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിയറി ക്ലാസ് ആണ് ഭഗവത്ഗീത. എന്നാൽ ഭഗവാൻ നമ്മൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആചരിക്കാം. എന്തെങ്കിലും ഒരു ടെക്നോളജി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴല്ലേ ആ ടെക്നോളജിയുടെ യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. എന്നതുപോലെ ഭഗവാൻ തമ്മിലുള്ള ബന്ധം കോടിക്കണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി, ഭഗവത്ഗീതയുടെ സഹായത്തോടുകൂടി പെട്ടെന്ന് മനസ്സിലാക്കി. അത് തിയറി ക്ലാസ് മാത്രം. എന്നാൽ അതിനെ ജീവിതത്തിൽ പകർത്തിയാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു ഫിലോസഫിയെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ആ ഒരു ഫിലോസഫി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ നടപ്പും ഭാവവും ഇരിപ്പും നിപ്പും നമ്മുടെ പ്രവർത്തന മണ്ഡലം എങ്ങനെ ചേഞ്ച് ആവും എന്നതിനെ കുറിച്ച് ആധികാരികമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ആഭിധേയ ഗ്രന്ഥം എന്ന് വിളിക്കപ്പെടുന്ന ശ്രീമദ് ഭാഗവതം. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഭഗവാൻ പറയാതെ നമുക്ക് അറിയാൻ പറ്റൂല എന്നതുകൊണ്ട് ഭഗവാൻ തന്നെ സ്വയം പറഞ്ഞതാണ് ഭഗവത്ഗീത. സംബന്ധം, ഭഗവാൻ നമ്മൾ സംബന്ധിക്കുന്ന വിഷയം. എന്നാൽ അത് ആചരിച്ചപ്പോൾ എങ്ങനെ ഇരിക്കും എന്ന്
ഭക്തന്മാര് നമ്മളോട് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം, ആഭിധേയം, സംബന്ധം ആഭിധേയം. അങ്ങനെ ചെയ്താൽ എന്താണ് നമുക്കുള്ള ഗുണം, എന്താണ് റിസൾട്ട്, നമുക്ക് അതുകൊണ്ട് എന്ത് ഗുണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം. കൃഷ്ണപ്രേമമാണ് റിസൾട്ട്. കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ എന്ത് തന്നെ ഈ ലോകത്ത് കൊടുത്താലും തിരിച്ച് അതിന്റെ കുറച്ചേ തിരിച്ചു കിട്ടും, കൊടുക്കുന്നതിനേക്കാളും കുറച്ചേ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി. എന്നാൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് കൃഷ്ണനാണ്. കൃഷ്ണന് വേണ്ടി എന്ത് കൊടുത്താലും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തിരിച്ചു. അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പിയായി, സന്തോഷമായി. അതുകൊണ്ടാണ് കൃഷ്ണപ്രേമത്തിന് ഇത്ര മഹത്വം. കാരണം വേറെ എല്ലായിടത്തും കൊടുക്കുന്നതിനേക്കാളും കുറച്ചേ കിട്ടുമ്പോൾ ഇവിടെ മാത്രം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ തിരിച്ചു കിട്ടും. ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്തോദനം അതരം മധുരം, എല്ലാം മധുരമാണ്. കാരണം എന്ത്? കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. നമ്മൾ ഈ മടിയന്മാരല്ലേ, നമുക്ക് കുറച്ചേ കൊടുക്കാൻ അറിയാവൂ, കൂടുതൽ എടുക്കാനും ആഗ്രഹിക്കും. അപ്പൊ കുറച്ച് കൊടുക്കുകയും കൂടുതൽ എടുക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഈ ഭൗതിക ലോകം പറ്റിയ സ്ഥലമല്ല. കാരണം ഈ ഭൗതിക ലോകം എത്ര കൊടുത്തോ അതിൻ്റെക്കാളും കുറച്ചേ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥ സന്തോഷം ഈ കുണ്ടങ്ങൾ നിറഞ്ഞ ഈ സ്ഥലമല്ല. കുണ്ടങ്ങൾ നിറയുന്നു എന്ന് പറയാൻ കാരണം എന്ത്? കൊടുക്കുന്നതിനേക്കാളും കുറച്ചേ തിരിച്ചു കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് കുണ്ടമാണ്, ദുരിതമാണ്, ദുഃഖമാണ്, സന്തോഷമില്ലായ്മ ഈ ലോകത്തുണ്ട്, കുണ്ടങ്ങളുണ്ട്. എന്നാൽ കുണ്ടങ്ങളില്ലാത്ത വൈകുണ്ഠത്തിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതലാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി, സന്തോഷം, ഹാപ്പിനെസ്, ആനന്ദം ഒക്കെ ഉണ്ടാകും. അപ്പോ അതാണ് കൃഷ്ണപ്രേമം. ആ പ്രയോജനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം. അപ്പോൾ ഭഗവാനെ കുറിച്ച് സംബന്ധിക്കുന്ന സംബന്ധം അത് ലൈഫിൽ പകർത്തിയാൽ ആഭിധേയം. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് പ്രയോജനം. സംബന്ധം, ആഭിധേയം, പ്രയോജനം. അപ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരത്തിനെ കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത എങ്കിൽ അത് ബ്രഹ്മസാക്ഷാത്കാരം, പരമസാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം എന്നുള്ളതിൽ ഭഗവത് സാക്ഷാത്കാരമാണ് ശ്രേഷ്ഠമെന്നും ആ ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തിയ വ്യക്തി എങ്ങനെ ജീവിക്കണം, എങ്ങനെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതമെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന ആനന്ദത്തിനെ കുറിച്ച്, നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്ന ഗ്രന്ഥമാണ് റിസൾട്ട് ആകുന്ന ഗ്രന്ഥം. അതിന് പ്രയോജനമാകുന്ന വിഷയത്തിനെ കുറിച്ച് നമുക്ക് പ്രയോജനം എന്താണ് എന്ന് പറഞ്ഞിരുന്ന ഗ്രന്ഥമാണ് ചൈതന്യ ചരിതാമൃതം. അപ്പോ ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരത്തിന്റെ തിയറി ക്ലാസ് ഭഗവത്ഗീത, ആക്ടിവിറ്റി അതിനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ശ്രീമദ് ഭാഗവതം, അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് ചൈതന്യ ചരിതാമൃതം. അപ്പൊ ഈ മൂന്നും നമ്മുടെ ലൈഫിൽ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം കോടിക്കണക്കിന് ജന്മങ്ങൾ ഇനി നമ്മൾ എടുക്കത്തില്ല എന്നതിന്റെ തെളിവാണ്. അതാണ് അതിന്റെ അർത്ഥം, അതാണ് അതിന്റെ റിസൾട്ട്. അതുകൊണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനെ കുറിച്ചും പരമാത്മ സാക്ഷാത്കാരത്തിനെ കുറിച്ചും വെറുതെ സംസാരിച്ചും ചർച്ചകൾ ചെയ്തും സമയം കളയാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഭഗവത് സാക്ഷാത്കാരത്തിൽ എത്തുകയും ഭഗവത് സാക്ഷാത്കാരം എത്തുന്ന ഓരോ വ്യക്തിക്കും ബ്രഹ്മസാക്ഷാത്കാരവും പരമാത്മ സാക്ഷാത്കാരവും പ്രത്യേകിച്ച് ഒരു എഫോർട്ട് ഇല്ലാതെ തന്നെ അത് താണ്ടി അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുമെന്ന് ശ്രീല പ്രഭുപാദർ വ്യക്തമായി ശാസ്ത്രം കോട്ട് ചെയ്ത് സമർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മുടെ ഒരേ ഒരു ജോലി ഒന്ന് മാത്രം, പരമാത്മ സാക്ഷാത്കാരം, ബ്രഹ്മശാസ്ത്രം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളെല്ലാം മാറ്റിവെച്ച് ഭഗവത് ലീലാ വർണ്ണനകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഗുരു സാധു ശാസ്ത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ശ്രീമദ് ഭാഗവതം ക്ലാസ് ഇനിയും നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ആക്ടിവിറ്റീസിനെ കുറിച്ചും ഉപദേശങ്ങളെക്കുറിച്ചും ഉള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 9 മണി വരെയും അതിന്റെ റിസൾട്ട് ആയ കൃഷ്ണപ്രേമത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ആസ്വദിച്ച് ആനന്ദിക്കാൻ എല്ലാ ദിവസവും ഞായർ ഒഴിച്ച ദിവസങ്ങളിൽ നടക്കുന്ന വൈകുന്നേരം 5 മുതൽ 6 മണി വരെയുള്ള ചൈതന്യ ചരിതാമൃതത്തിലേക്കും നമ്മുടെ ചെവികൾ കൊടുക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ ഭക്തജനങ്ങളും ഹരേ കൃഷ്ണ മഹാമന്ത്രം ആത്മാർത്ഥമായി ജപിക്കുക.
എന്നിട്ട് ഈ ഭാഗവത ക്ലാസ്സിൽ റെഗുലറായിട്ട് കയറാൻ നമുക്ക് ശ്രമിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് കേൾക്കുമെങ്കിൽ ഈ ക്ലാസ്സിലുള്ള എല്ലാ കാര്യവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദൈവഭക്തി ജനങ്ങൾ ചോദിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി, നല്ലൊരു ഉപനിഷത്ത് ക്ലാസ് കിട്ടി, വളരെ സന്തോഷം. ഉപനിഷത്ത് എല്ലാം കൂടെ ചേർത്ത്, അതായത് നാരായണോപനിഷത്തിലെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ശ്ലോകം ഞാൻ പറഞ്ഞു, നാരായണാത് ബ്രഹ്മജായതേ നാരായണാത് പ്രജാപതി ജായതേ. അതായത് നാരായണിൽ നിന്ന് 8 വസുക്കൾ, നാരായണിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ്. അത് വ്യക്തമായിട്ട് പ്രഭു പറഞ്ഞു തന്നു. ഹരേ കൃഷ്ണ ഹരി പോലും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. നല്ല കാര്യം. കറക്റ്റ് ശ്ലോകമാണ് മാതാജി കോട്ടയത്. മാതാജി നമ്മള് പലപ്പോഴും ഇതുപോലത്തെ അടിപൊളി കൊട്ടേഷൻസും റെഫറൻസും കൊണ്ട് നമ്മളെ കുളിര് കോരിപ്പിക്കാറുണ്ട്. ഇന്നും മാതാജി അത് അതല്ല പ്രഭു, അങ്ങോട്ട് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ഉപനിഷത്തിലേക്ക് പോകണമെന്ന്. ഉപനിഷത്തിലേക്കൊക്കെ പോയി കൈവച്ചു പോയാ പിന്നെ നിർത്താൻ പറ്റൂല എന്നും അറിയാം. അതാണ് ശരി. ഹരേ കൃഷ്ണ ഹരി പോകും. നല്ല 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 കറക്റ്റ് ശ്ലോകമാണ് മാതാജി പറഞ്ഞത്. നന്ദി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഹരേ കൃഷ്ണ. പ്രത്യേകിച്ച് പ്രഭു എന്താ പറയാ, നമ്മുടെ ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം, അതിങ്ങനെ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ക്ലിയർ ആക്കി തന്നു എന്നുള്ളതാണ്. നമ്മളതൊക്കെ അറിയണതാണ്, നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ. എന്നാലും ആ പ്രഭു പറഞ്ഞ ആ വഴി കൂടെ നമ്മൾ കേൾക്കുമ്പോൾ അത് എത്ര ശരിയാണ്, അത്രയും എളുപ്പമാണല്ലേ, ഇങ്ങനെയാണല്ലേ എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരും. നന്നായിട്ടുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ എല്ലാ ക്ലാസ്സും നല്ലത് തന്നെ, എന്നാലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതും അതെ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ അതുപോലെ തന്നെ ഭഗവത്ഗീത, കൃഷ്ണകൃപ ശരിക്കും പ്രഭു. ഇപ്പൊ അതേപോലെ സംബന്ധ, അതൊന്നും എന്താ പറയാ, നമുക്കത് ക്ലിയർ ആക്കി തരുമ്പോ എല്ലാം വരുന്നു എന്ന് പറഞ്ഞപ്പോ മാതാജി പറഞ്ഞ പോലെ വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു പ്രഭു. വളരെ ഉപകാരം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾ ദയവായി ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം.